തെങ്ങിന് തടം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നാളികേരമൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. കുറേ നാളികേരം കിട്ടി. നാളികേരങ്ങൾക്ക് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. ഇത് പാടമായിരുന്നു പണ്ട്. അത് നെല്ല് വെച്ചാലേ ഈ സൈഡായതുകൊണ്ട് പാടാണിത്. ഇതുവരെ ഇങ്ങോട്ട് വന്ന പാടാണ്. ഇതാണ് നമ്മുടെ അതിർത്തി. പണ്ടത് പാടായിരുന്നു. അപ്പോൾ അത് തോർത്തിട്ട് നെല്ല് വെച്ചാൽ ഒന്നും കിട്ടില്ല, ചവല മാതിരിയാവും. അപ്പോൾ നമ്മൾ തെങ്ങ് വെച്ചതാണ്. തൂർത്തിട്ട് 2008 തെങ്ങ് വെച്ചതാണ്. ഭീമ അറിഞ്ഞിട്ടല്ല, സമയത്ത് പറ്റി. അങ്ങനെ ആദ്യം വാഴ വെച്ചു, നേന്ത്രവാഴ. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു തെങ്ങും തൈ വെച്ച് കൊടുത്തു. 53 സെൻറ്റ് സ്ഥലമുണ്ട്. അളവ് നോക്കുമ്പോൾ ഇപ്പോൾ 50 ഉള്ളൂ. റോഡിനൊക്കെ പോയിട്ടുണ്ട്. തൊട്ട മേലെ റോഡാണ്. റോഡിന് ഒരു 3 സെൻറ്റോളം റോഡിന് പോയിട്ടുണ്ടായിരിക്കാം. അതിർത്തി ഒക്കെ തെങ്ങ, കഴുങ്ങ് ഒക്കെ ഉണ്ട്. കുഞ്ഞിതിൻ്റെ ഇടയിലൊക്കെ കഴുകും തൈ വെച്ച് കൊടുക്കണം. അവരെ കഴുകും തൈ വെച്ച് കൊടുക്കാച്ചിട്ടാണ്. നമ്മൾക്ക് ഒഴിവില്ലാത്തതുകൊണ്ട് അത്ര കാലം ഇങ്ങനെ തന്നെ ഇട്ടുപോയത്. ഇപ്പോൾ കൃഷിയിലേക്ക് ഇറങ്ങാം. കൃഷിയിലേക്ക് ഇറങ്ങുകയാണ് ഇനി. അപ്പുറത്ത് റോഡാണ് മേലെ. അങ്ങനെ നല്ലോണം വളമൊക്കെ ഇടാറുണ്ട് തെങ്ങിന്. പക്ഷെ പാടായുണ്ട്, മണ്ണില്ലാതെ. പാടത്തിൻ്റെ ഓരല്ല, ഇപ്പം മണ്ണ് വേണം. മണ്ണുണ്ടെങ്കിൽ തേങ്ങയൊക്കെ കാച്ചു വരും. നാളികേരം നല്ല അത്യാവശ്യം നാളികേരമൊക്കെ ഉണ്ട്. ഒരു തെങ്ങിൻ്റെ മുകളിലുണ്ട്, നല്ല തെങ്ങുകളുടെ മുകളിൽ നാളികേരമൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഒരു കിണറും കുത്തി, റിങ്ങിട്ടിട്ട് വാർത്തു. 3 ലക്ഷം രൂപ ചിലവാ അതിന്. അടിയിൽ പാറ താത്തി ഉണ്ട്, ഇഷ്ടംപോലെ വെള്ളം. അടിയിൽ നിന്ന് റിങ്ങിട്ടു. മോട്ടർ അടുത്ത വീട്ടുകാർ കൊണ്ടുവെള്ളം മോട്ടർ വെച്ച്, നമ്മുടെ മോട്ടർ പേരല്ല. വെള്ളം നല്ലോണം ഉണ്ട് കിണറിൽ. നമ്മുടെ മോട്ടർ പേര്. ഇതാണ് അതിർത്തി. ചാലും തടം വെട്ടിയേക്കാണ്. അപ്പോൾ അത് ചാലും തടം വെട്ടിക്കുക. അപ്പം നമ്മുടെ ആവശ്യത്തിനൊക്കെ നാളികേരം കിട്ടും. നല്ല രസമുള്ളത്. ഒരു വീട് കയറ്റി വെച്ചാൽ നല്ല രസം. അവിടെയൊക്കെ അവിടെ ചുറ്റും വീടുകളുണ്ട്. ഇവരൊക്കെ പാടം താർത്ത് വീട് കയറ്റിയവരുണ്ട്. വീടല്ല അതിൻ്റെ ഇടയിൽ വീട് 1 2 3 റോഡ് സൈഡ് റോഡ്. നല്ല സ്ഥലമാണ്, നല്ല മണ്ണാണ്. അങ്ങനത്തെ ചാലൊക്കെ ഉണ്ട്, വെള്ളമൊക്കെ കൂടും. ചാല് മണ്ണെടുക്കാൻ വേണ്ടിയിട്ട്, മണ്ണ് കയറ്റാൻ വേണ്ടിയിട്ട് ചാലെടുത്തതാണ്. അപ്പോൾ ഇതിലോരോ കഴുകുന്നതൊക്കെയുണ്ട്. ഇതാണ് റോഡ്. റോഡുള്ളൂ, ചെറിയ പഞ്ചായത്ത് റോഡ് മതി. ഉണ്ട് ടാറിങ്.
പിന്നെ റോഡിലേക്ക് കയറി. അതാണ് നമ്മുടെ പറമ്പ്. അപ്പം ശരി, ഇങ്ങനെയാണ് കൃഷി.